പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുകയാണ്. ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു എന്നൊക്കെയുള്ള നിലയിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണാർത്ഥത്തിൽ ഒരു യുദ്ധത്തിലേക്ക് പോയിട്ടില്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആ നിലയിൽ സംഭവങ്ങൾ എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. സുഹൃത്തുക്കളെ, അതിനിടയിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിട്ടുള്ള KC വേണുഗോപാൽ അദ്ദേഹം നടത്തിയ മിസൈൽ ആക്രമണത്തിലൂടെ അദ്ദേഹം സ്വന്തം പാർട്ടിയുടെ തന്നെ കേരള ഘടകത്തിനെ കൊന്നു കുഴിച്ചു മൂടി എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്. ഇന്ത്യ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാനെതിരായിട്ടാണ് മിസൈൽ ആക്രമണം നടത്തുന്നതെങ്കിൽ KC വേണുഗോപാൽ സ്വന്തം പാർട്ടിയുടെ കേരള ഘടകത്തെയാണ് മിസൈൽ ആക്രമണത്തിലൂടെ കൊന്നു കുഴിച്ചു മൂടിയിരിക്കുന്നത് എന്ന് ആണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ അദ്ദേഹം മതേതര പാർട്ടിയായിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസിനെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് ആ ശവശരീരത്തിൻ്റെ മാംസങ്ങളെടുത്ത് കേരളത്തിലെ മതങ്ങൾക്ക് വെട്ടി വീതിച്ചു കൊടുത്തു എന്ന് കൂടി പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഒരു പശുവിനെ അല്ലെങ്കിൽ ഒരു ആടിനെയൊക്കെ കൊന്നിട്ട് അതിൻ്റെ മാംസം എടുത്തിട്ട് വിൽപ്പന നടത്തുന്ന ചില ഇറച്ചി വെട്ടുകാരില്ലേ, ആ ഇറച്ചി വെട്ടുകാരെ പോലെ കേരളത്തിലെ കോൺഗ്രസിനെ കൊന്നിട്ട് ആ കോൺഗ്രസിൻ്റെ മാംസം വെട്ടി ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒക്കെയായി വീതിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ ആരാച്ചാരായിട്ടുള്ള KC വേണുഗോപാൽ എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി അത് കോൺഗ്രസ് അല്ലേ സുഹൃത്തുക്കളെ? അത് കേരള കോൺഗ്രസ് മുസ്ലിം ലീഗ് വല്ലതാണോ? അല്ലല്ലോ, അത് കോൺഗ്രസ് അല്ലേ. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ താല്പര്യം സംരക്ഷിക്കുന്നു, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നു. എന്നാൽ കോൺഗ്രസ് സംരക്ഷിക്കുന്നത് ഈ ജാതിമത വിഭാഗങ്ങളുടെ താല്പര്യങ്ങളാണോ? അതൊരു മതേതര പാർട്ടിയല്ലേ. അതിനകത്ത് ചിലപ്പോൾ ഈ ജാതിമത വിഭാഗങ്ങളുടെയൊക്കെ താല്പര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ സംരക്ഷിച്ചേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഒരു മതേതര പാർട്ടിയല്ലേ, മതേതര മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ലേ, ഇന്ത്യയിൽ ഒരു നൂറ്റാണ്ട് കാലത്തിലധികമായി പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ. ആ പാർട്ടി അധികാരത്തിലിരിക്കുമ്പം 1980 ജനുവരി 26 ഉണ്ടാക്കിയ ഭരണഘടനയിൽ ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റല്ലേ മതേതരത്വം, സെക്കുലറിസം എഴുതി ചേർത്തത് അവരല്ലേ, അവർ ഭരണത്തിൽ ഇരിക്കുമ്പോഴല്ലേ. ഇന്ത്യയിൽ ഇപ്പോഴും ഏറ്റവും വലിയ മതേതര പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്നത് കോൺഗ്രസ് അല്ലേ. ഇപ്പോൾ BJPയുടെ വർഗീയ നയങ്ങൾക്കെതിരെ പല്ലുനഖം ഉപയോഗിച്ച് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് അല്ലേ. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയല്ലേ. ഇന്ത്യയെ ഹിന്ദുത്വവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് BJP നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായിട്ട് ഉള്ള വലിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി ഈ കോൺഗ്രസ് അല്ലേ. കോൺഗ്രസ് ഒരു മതേതര പാർട്ടി ആയതുകൊണ്ടല്ലേ സുഹൃത്തുക്കൾ. ഇന്ത്യയെ ഹിന്ദുത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് BJP ശ്രമം നടത്തുന്നതെന്ന് ഏറ്റവും ശക്തമായി പറയുന്ന പാർട്ടി കോൺഗ്രസ് അല്ലേ. അത് കോൺഗ്രസ് മതേതരത്വത്തിലും മതനിരപേക്ഷത മൂല്യങ്ങളിലും അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നുണ്ടല്ലേ സുഹൃത്തുക്കളെ. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ നേതാവിന് ഒരു ജാതിക്ക് വിട്ടുകൊടുക്കുക. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് ഏതെങ്കിലും ജാതി താല്പര്യ അടിസ്ഥാനത്തിലാണോ സുഹൃത്തുക്കൾ? കോൺഗ്രസിൻ്റെ നേതാവായിട്ട് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് മല്ലികാർജ്ജുന ഖാർഗെയെ തെരഞ്ഞെടുത്തത് മല്ലികാർജ്ജുന ഖാർഗെ ഇന്ന ജാതിയുടെ ആളായതുകൊണ്ടാണോ? ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിൻ്റെ നേതാവായി തിരഞ്ഞെടുക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഹിന്ദു ആയതുകൊണ്ടാണോ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവായി? ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് തോന്നുന്നില്ല. ആ പാർട്ടിയുടെ നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ പാർട്ടിയെ എങ്ങനെ കാര്യക്ഷമമായി ചലിപ്പിക്കാൻ കഴിയും, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അതല്ലേ യാഡ് സ്റ്റിക്ക്. എന്നാൽ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കൂ. കേരളത്തിൽ എത്രയോ KPC പ്രസിഡന്റുമാർ ഇരുന്നിട്ടുണ്ട്. കേരളത്തിൽ AK ആന്റണി ഇരുന്നിട്ടുണ്ട്, വയലാർ രവി ഇരുന്നിട്ടുണ്ട്, എത്രയോ പേര്, CM സ്റ്റീഫൻ ഇരുന്നിട്ടുണ്ട്, കലേക്കുന്നിൽ ബഷീർ ഇരുന്നിട്ടുണ്ട്, തെന്നല ബാലകൃഷ്ണപിള്ള ഇരുന്നിട്ടുണ്ട്, അതിനുശേഷം രമേശ് ചെന്നിത്തല ഇരുന്നിട്ടുണ്ട്, അതിനുശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇരുന്നിട്ടുണ്ട്, PM സുധീരൻ ഇരുന്നിട്ടുണ്ട്, K സുധാകരൻ ഇരുന്നിട്ടുണ്ട്, MM ഹസൻ ഇരുന്നിട്ടുണ്ട്. ഇവരിൽ ആരെയെങ്കിലും അവർ കത്തോലിക്കനായിട്ടോ അല്ലെ അവർ നായരായിട്ടോ അല്ലെങ്കിൽ ഈഴവനായിട്ടോ മുസ്ലിമായിട്ടാണോ KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്? അതാണ് എൻ്റെ ചോദ്യം. അതിന് താഴെയുള്ളവരെയൊക്കെ ചിലപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവാം. 7 വർഷത്തോളം രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരുന്നു. അയാൾ നായരായ കൊണ്ടാണോ അയാൾ KPCC പ്രസിഡന്റ് ആക്കിയത്?
അതിനുശേഷം VM സുധീരൻ വന്നു, അയാൾ ഈഴവനായോണ്ടാണോ അയാളെ KPC പ്രസിഡന്റ് ആക്കിയത്? അതിനുശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നു, ഈഴവനായോണ്ടാണോ അയാളെ KPC പ്രസിഡന്റ് ആക്കിയത്? K. സുധാകരൻ വന്നു, K. സുധാകരൻ വന്നപ്പോൾ ഈഴവനായതുകൊണ്ടാണോ ആക്കിയത്? MM ഹസൻ KPC പ്രസിഡന്റ് ആയത് മുസ്ലിം ആയതുകൊണ്ടാണോ? എനിക്ക് തോന്നുന്നില്ല, എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയൊക്കെ തന്നെ കോൺഗ്രസിനെ ചലിപ്പിക്കാൻ കഴിയുന്ന, കോൺഗ്രസിനെ സംഘടനാപരമായി ചലിപ്പിക്കാൻ കഴിയുന്ന നേതാവിനെയാണ് KPC പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് ഇതുവരെ. എന്നാൽ ഇപ്പം എന്താ ചെയ്തിരിക്കുന്നത്? ഇപ്പം ഈ KC വേണുഗോപാൽ എന്ന് പറഞ്ഞ ഈ ആരാച്ചാര് അയാൾ എന്താ ചെയ്തിരിക്കുന്നത്? ഈ ഇറച്ചിവെട്ടുകാരൻ എന്താ ചെയ്തത്? കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനങ്ങളും എല്ലാ ജാതി മതങ്ങൾക്കായിട്ട് അളങ്ങ് വീതിച്ചു കൊടുത്തു. KPC പ്രസിഡന്റായിട്ട് കത്തോലിക്കിന് കൊടുത്തു, കത്തോലിക്കിന് KPC പ്രസിഡന്റ് വിട്ടുകൊടുത്തു. UDF കൺവീനർ സ്ഥാനം ഈഴവന് വിട്ടുകൊടുത്തു. വർക്കിംഗ് പ്രസിഡന്റിൽ ഒരു സ്ഥാനം മുസ്ലിമിന് വിട്ടുകൊടുത്തു. വേറൊരു പ്രസിഡന്റ് സ്ഥാനം നായർക്ക് വിട്ടുകൊടുത്തു. വേറൊരു പ്രസിഡന്റ് സ്ഥാനം പിന്നോക്കക്കാരന് വിട്ടുകൊടുത്തു. പോരെ? അപ്പം അതുകൊണ്ടാണ് കോൺഗ്രസ് ചത്തു, അല്ലെ കോൺഗ്രസിനെ കൊന്നു എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ മാംസം വെട്ടി വീതിച്ച് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പിന്നെ നായർക്കും ഈഴവനും ഒക്കെ ആയിട്ട് പിന്നെ വീതിച്ചു കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ആദ്യമായി ഞാൻ ചോദിച്ചു, എന്ത് ന്യായമാണ് സണ്ണി ജോസഫിനെ KPC പ്രസിഡന്റ് ആക്കിയതിന് KC വേണുഗോപാലിന് പറയാനുള്ളത്? അന്ന് കേട്ടാ കൊള്ളാം, മലയാളി കോൺഗ്രസ്സുകാർക്ക് ഒന്ന് കേട്ടാ കൊള്ളാം. അയാൾ 4 തവണ MLA ആയിരുന്നു പേരാവൂരിൽ നിന്ന്, അത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ 4-ൽ കൂടുതൽ പ്രാവശ്യം MLA-മാർ MP മാരായിട്ടുള്ളവർ വേറെ കേരളത്തിലില്ലേ? 3 തവണ MLA മാരായിട്ടുള്ളവരുണ്ട്. ഇപ്പം 4 തവണ MLA ആയതാണ് പിന്നെ ഇതിനുള്ള ന്യായീകരണമെങ്കിൽ 10 തവണ MP ആയിട്ടുള്ള കൊടികുന്നിൽ സുരേഷ് അല്ലേ KPC പ്രസിഡന്റ് ആവേണ്ടത്? അയാൾ 10 തവണ MP ആയിട്ടില്ലേ? അപ്പം അതല്ല ന്യായം. ഒറ്റ ന്യായമേ ഉള്ളൂ. എന്താണ്? അയാൾ കത്തോലിക്കനാണ് എന്നുള്ളത്. അതുകൊണ്ട് കത്തോലിക്കൻ KPC പ്രസിഡന്റ് കൊടുത്തു. ഇനി UDF കൺവീനറായിട്ട് കൊടുത്തിരിക്കുന്ന ആളാണ് ഈഴവന്. കാരണം ഒരു ഈഴവനെ KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയല്ലോ, അപ്പോൾ വേറൊരു ഈഴവൻ വേണമല്ലോ. അതുകൊണ്ട് ഈ ആൾക്ക് കൊടുത്തു, അടൂർ പ്രകാശിന് കൊടുത്തു. MM ഹസനെ പിന്നെ UDF കൺവീനർ സ്ഥാനത്ത് മാറ്റിയല്ലോ, അപ്പോൾ ഒരു മുസ്ലിമിനെ കൊണ്ടുവരണമല്ലോ. അതുകൊണ്ട് ഒരു മുസ്ലിം ആയിട്ടുള്ള ഷാഫി പറമ്പിലിനെ എന്തായിട്ട് കൊണ്ടുവന്നു? വർക്കിംഗ് പ്രസിഡന്റായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ നായർ കരയുകയല്ലേ? നായരില്ലല്ലോ, അപ്പോൾ എന്നാൽ നായരായിട്ട് വിശ്വനാഥനെ കൊണ്ടുവന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മാംസം വെട്ടി ജാതി മതങ്ങൾക്കായി വീതിച്ചു കൊടുത്തു. ഇനി ഈ ആരാച്ചാരായിട്ടുള്ള KC വേണുഗോപാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? KPC പ്രസിഡന്റായിട്ട് കത്തോലിക്കനെ വെച്ചുകൊണ്ട് കത്തോലിക്കൻ്റെ വോട്ട് മുഴുവൻ UDFന് കിട്ടുന്നുള്ള വിചാരിക്കാനുള്ള മണ്ട ശിരോമണിയാണോ ഈ KC വേണുഗോപാൽ? തലയ്ക്ക് വെളിവില്ലാത്തവരാണോ മലയാളികൾ? തലയ്ക്ക് വെളിവില്ലാത്തവരാണോ കത്തോലിക്കർ? കഴിഞ്ഞ ദിവസം ഒരു മുഖപ്രസംഗം എഴുതിയിരുന്നു ദീപികയിൽ. ഞങ്ങൾക്ക് ഈ സ്ഥാനമാനങ്ങളൊന്നുമല്ല വേണ്ടത്, മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവരൊരു ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു മറുപടി ഈ കോൺഗ്രസ്സുകാരന് കൊടുത്തിരുന്നു. അപ്പോൾ ഈ ആരാച്ചാരായിട്ടുള്ള KC വേണുഗോപാൽ പറയുന്നത് എന്താണ്? കത്തോലിക്കനെ ഞങ്ങൾ വെച്ചുകൊണ്ട് കത്തോലിക്കൻ്റെ വോട്ട് മുഴുവൻ ഞങ്ങൾക്ക്. അപ്പുറത്ത് UDF കൺവീനറായിട്ട് ഈഴവനെ വെച്ചു, അതുകൊണ്ട് ഈഴവൻ്റെ വോട്ട് മുഴുവൻ ഞങ്ങൾക്ക്. അപ്പുറത്ത് ഷാഫി പറമ്പലിനെ വെച്ചുകൊണ്ട് മുസ്ലിമിൻ്റെ വോട്ട് മുഴുവൻ ഞങ്ങൾക്ക്. അപ്പുറത്ത് നായരെ വെച്ച് വിശ്വനാഥിനെ വെച്ചുകൊണ്ട് നായരുടെ വോട്ട് മുഴുവൻ ഞങ്ങൾക്ക്. AP അനിൽകുമാറിനെ വെച്ചുകൊണ്ട് AP അനിൽകുമാർ പിന്നോക്കക്കാരനുണ്ട്, പിന്നോക്കക്കാരൻ്റെ വോട്ട് എന്നുള്ളത്. അപ്പോൾ ജയിച്ചു, ഒരു 140 സീറ്റായി കഴിഞ്ഞു. വേറെ ഒന്നും ഇനി ചെയ്യണ്ട. നമ്മൾ ഇതുപോലത്തെ വിവരം കെട്ടവന്മാർ ഉള്ളപ്പോൾ കോൺഗ്രസ് എങ്ങനെ മരിക്കാതിരിക്കും സുഹൃത്തുക്കളെ? കോൺഗ്രസ് മരിച്ചതിൽ എന്താണ് അത്ഭുതം? കോൺഗ്രസ് മരിക്കുകയല്ലേ, യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ഇവർ കൊല്ലുകയല്ലേ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വീഡിയോയുടെ നീളം കൂടുന്നതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ നിർത്തുകയാണ്. ഈ ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വിങ്ങി നിൽക്കുന്ന വികാരം ഭരണവിരുദ്ധ വികാരമാണ്. അപ്പോൾ അത് മാത്രം ഈ ആരാച്ചാരൊന്ന് ഓർത്താൻ നന്നാവും. ഈ കോൺഗ്രസിന് വെട്ടി കഷ്ണമായി വീതിച്ച് ജാതി മതങ്ങൾക്ക് വീതിച്ചു കൊടുത്ത ഈ ആരാച്ചാരായിട്ടുള്ള KC വേണുഗോപാൽ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുള്ള വികാരം പിണറായി വിരുദ്ധതയാണ്. ആ പിണറായി വിരുദ്ധത, ആ വികാരം മുതലെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും ഉചിതമായ ഒരാളെ KPC പ്രസിഡന്റ് ആക്കുന്നതിന് പകരം തൻ്റെ മൂടുതാങ്ങിയായിട്ടുള്ള, തൻ്റെ കോടാലിക്കൈ മാത്രമാക്കിയിട്ടുള്ള ഒരാളെ KPC പ്രസിഡന്റും ഒക്കെ ആക്കി വെച്ചുകൊണ്ട് അടുത്ത തവണ ഒന്നുകൂടി പിണറായിക്ക് ഇരിക്കാനുള്ള കസേര തൂത്ത് വൃത്തിയാക്കി കൊടുക്കുകയാണ് ഈ KC വേണുഗോപാൽ എന്ന് പറഞ്ഞ ഈ ആരാച്ചാർ ചെയ്തത് എന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ മറ്റു വീഡിയോകളിൽ പറയും. അവസാനമായി എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് എന്ന് പറഞ്ഞ മതേതര പാർട്ടിയെ കൊന്നിട്ട് ആ മാംസം എടുത്ത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും ഒക്കെ ആയി വെട്ടി വീതിക്കുകയാണ് ഈ ആരാച്ചാരം എന്ന് പറഞ്ഞ KC വേണുഗോപാൽ ചെയ്തത് എന്നതും മാത്രമാണ്.